അല്ലെ കൂട്ടുകാരെ, ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഫോം ഫ്ലവർ കൊണ്ട് ഒരു ഹെയർ ബാൻഡാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ, ഒരു ഫോം ഫ്ലവർ ഞാൻ വാങ്ങിച്ച ഫോം ഫ്ലവറാണ്. പിന്നെ സിൽവർ കളറ് പെപ്സ്, പിന്നെ വേണ്ടത് ഹെയർ ബാൻഡ്. അത് ബ്ലാക്ക് ഹെയർ ബാൻഡാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ട സാധനം ടേപ്പാണ്. ഞാനിവിടെ ബ്ലാക്ക് കളറ്, അതായത് ഡാർക്ക് ബ്രൗൺ ആയിട്ടുള്ള ടേപ്പാണ് എടുത്തേക്കുന്നത്. നമുക്ക് പല ടേപ്പ് വാങ്ങിക്കാൻ കിട്ടും, പക്ഷേ ഞാൻ എടുത്തേക്കുന്നത് ഈ കളറിനോട് യോജിച്ചൊരു കളറ് ആണ്. പിന്നെ ഫോം ഫ്ലവർ, നെറ്റോട് കൂടിയ ഫോം ഫ്ലവറാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത്. അതിൻ്റെ നെറ്റൊക്കെ കട്ട് ചെയ്ത് എടുത്തേക്കുന്നതാണ്. നമ്മുടെ ഇഷ്ടമനുസരിച്ച് ഈ ഫ്ലവർ നമുക്ക് ഏത് രൂപത്തിലേക്ക് വേണമെങ്കിലും ആക്കാൻ പറ്റും. എല്ലാവർക്കും ഇപ്പോൾ വെട്ടിയെടുത്ത് ഫ്ലവർ ഉണ്ടാക്കി ചെയ്യാനുള്ള ഇതുണ്ടാവില്ലല്ലോ, അതറിയാൻ പാടുണ്ടാവില്ല. അപ്പം ഈ വാങ്ങിച്ച ഫോം ഫ്ലവർ കൊണ്ട് തന്നെ പല മോഡൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഈ വലിയ ഫോം ഫ്ലവറിൽ നിന്ന് ചെറിയ മുട്ടോട് കൂടിയാണ് ഞാൻ മുകളിൽ നിന്ന് മുതൽ തുടങ്ങുന്നത്. അപ്പം 3 ലെയർ ഉണ്ടാവും. അതിൽ ഏറ്റവും താഴത്തെ ലെയർ ഞാൻ മാറ്റി. അത് കഴിഞ്ഞിട്ടാണ് അങ്ങനെ 1-2 ചെറിയ മുട്ടോട് കൂടിയുള്ള ഇത് തുടങ്ങിയിട്ട് ഏറ്റവും അവസാനം ഇച്ചിരി കൂടുതൽ ഫ്ലവർ ആയിട്ടുള്ളതാണ് ചെയ്യണത്. ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ള ടേപ്പ് കട്ട് ചെയ്തെടുത്തേച്ച് ടേപ്പ് എടുക്കാൻ പറ്റുള്ളൂ, ചുറ്റുമ്പോൾ അല്ലെങ്കിൽ കയ്യിൽ ചുറ്റിപ്പോകും. എന്നിട്ട് ആദ്യം തന്നെ ഞാൻ വെച്ചേക്കുന്നത് ഫ്ലവറാണ്. ആ ഫ്ലവർ ഒന്ന് കൈ കൊണ്ടൊക്കെ ഒന്ന് ഇച്ചിരി നമ്മളൊന്ന് വിടർത്തി ഒക്കെ കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് പെപ്സിൻ്റെ അടിയിൽ ഉള്ള പച്ച ഇത് ഞാൻ എടുത്ത് മാറ്റുകയാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെക്കാം. വെച്ചിട്ട് ചെറുതെന്ന് മുതൽ ഒരു മുട്ട് പോലെ ആവട്ടെ എന്ന് വിചാരിച്ചാണ് എടുത്ത് മാറ്റണത്. എന്നിട്ട് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ബാക്കി ചെയ്യാം. ചെറുതേന്ന് മുതൽ വലുത് വരെയാണ് ചെയ്യണത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഈ ഫോം ഫ്ലവറിൻ്റെ ആദ്യത്തെ ലെയർ മാറ്റണത് നമുക്ക് എടുത്ത് വെക്കാം കേട്ടോ. അത് എടുത്ത് വെച്ചേച്ച് നമുക്ക് ഹെയർ ബാൻഡ് തന്നെ ഉണ്ടാക്കാം. അത് കളയരുത്, അത് സൂക്ഷിച്ച് വയ്ക്കണം. അത് എടുത്ത് വെച്ച് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ പേളോ പെപ്സോ എന്തെങ്കിലും വെച്ച് അങ്ങനെയും ഉണ്ടാക്കാം. പല മോഡലുകൾ നമുക്ക് ഉണ്ടാക്കാം. നമ്മൾ ഈ ടേപ്പ് ചുരുട്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗം ചുറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ വിട്ടു പോന്നു കഴിഞ്ഞാൽ അതിനോട് വിട്ടു പോരില്ല. അപ്പം ഗമ്മും ഇടുന്നുണ്ട്, പക്ഷെ എന്നാലും ഈ ടേപ്പ് ചുറ്റിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു സേഫ്റ്റി ഉണ്ടാവും. പെട്ടെന്ന് അതിൽ നിന്ന് പോരില്ല. പിന്നെ ഫ്ലവർ നമ്മുടെ കൈ കൊണ്ടൊന്ന് വിടർത്തി കൊടുക്കണം. ഒന്ന് പയ്യെ ഞെരടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇച്ചിരി കൂടി വിടർന്ന് കാണുമ്പോൾ ഇച്ചിരി കൂടി ഭംഗിയായിട്ടിരിക്കും. അതനുസരിച്ച് നമുക്ക് ചെയ്താൽ മതി. കമ്പി ഫുള്ള് കട്ട് ചെയ്ത് കളയണ്ട. ഞാൻ ഒന്നും തന്നെ കട്ട് ചെയ്ത് കളയാറില്ല. നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ടാണ് ഏറ്റവും അറ്റത്ത് എത്തി കഴിയുമ്പോഴാണ് നമ്മളത് അങ്ങനെ കട്ട് ചെയ്ത് കളയാറ്. അപ്പോൾ അവിടെ തടിച്ചിരിക്കാതെ നമ്മളൊന്ന് റിബൺ ചുറ്റുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഏറ്റവും താഴത്തോട്ട് വരുമ്പോൾ 1 പെപ്സ് എന്നുള്ളത് 2 പെപ്സ് ആക്കാം. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് 3 ആക്കാം. അതെന്ത് വേണമെങ്കിലും ആക്കാം. പിന്നെ ഏറ്റവും അവസാനം ഞാൻ ഏറ്റവും വലിയ ഫ്ലവറായിട്ട് അതിൻ്റെ ഒന്നും കളയാതെ ആണത് ചെയ്യണത്. ഒരു ലെയർ പോലും കളയണ്ട. അത് നമ്മൾ ഇച്ചിരി കൂടി ഒന്ന് കൈ കൊണ്ടൊന്ന് പയ്യെ, നമുക്ക് വിടർത്താൻ പറ്റണില്ലെങ്കിൽ ഒന്ന് കൈ നനച്ചേച്ച് ഒന്ന് പയ്യെ തിരുമ്മി കൊടുത്താൽ മതി. അതനുസരിച്ച് നമുക്ക് ചെയ്യാം. പിന്നെ ഏറ്റവും താഴേക്ക് വരുമ്പോൾ ചെവിയുമ്പോൾ നമുക്ക് ഹെയർ ബാൻഡ് വയ്ക്കുമ്പോൾ നമുക്ക് ചെവിയുടെ അവിടെ വേദന എടുക്കാതിരിക്കാൻ വേണ്ടി നമ്മളത് കട്ട് ചെയ്ത് കളഞ്ഞ് വെച്ച് നന്നായിട്ട് ടേപ്പ് ചുറ്റണം. നന്നായിട്ട് ടേപ്പ് ചുറ്റിയതിന് ശേഷം
റിബൺ വെച്ച് നന്നായിട്ട് ടൈറ്റായിട്ട് ചുറ്റി നമ്മളത് അറിയാത്ത രീതിയിൽ കൂടെ കൊണ്ടുവരികയാണ് ചെയ്യണത്. അപ്പോൾ ഏറ്റവും താഴെ എത്തുമ്പോൾ ആ കമ്പി നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണം. കൂട്ടി പിടിച്ച് വെച്ച് മറ്റേ ഏറ്റവും അവസാനത്തെ ലെയറിന് പോവാതെ നമ്മൾ ആ കമ്പി ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ടേപ്പ് നന്നായിട്ട് ചുറ്റി അപ്പോൾ നമ്മൾ ഇച്ചിരി ഗം കൊടുക്കണം. അല്ലെങ്കിൽ അത് ചിലപ്പോൾ ആ ടേപ്പിലുള്ള വശം മാത്രം പോരല്ലോ, അത് വിട്ടു പോരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫെവിക്കോളാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത് ഇവിടെ. ആ ഫെവിക്കോള് നമ്മൾ പയ്യൊന്ന് ചുറ്റി കൊടുക്കണം. അതറിയാത്ത രീതിയിൽ ഏറ്റവും താഴെ വരെ നമ്മൾ ടേപ്പും ചുറ്റി കൊടുക്കണം. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ പേളോ, വൈറ്റ് പേളോ, സിൽവർ കളർ പേളോ, റോസ് കളർ പേളോ എന്ത് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കൂടുതൽ ഭംഗിയാക്കാം കേട്ടോ. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. ഓരോന്നും ഓരോ ഐഡിയ ഒക്കെ നമ്മുടെ ഇഷ്ടമാണല്ലോ. എപ്പോഴും നമ്മൾ വെറൈറ്റി ആയിട്ട് ഓരോ ഫ്ലവർ വെച്ച് കാണുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ ഇത് ഭംഗിയാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. മാക്സിമം നമുക്കൊരു അത്യാവശ്യം നല്ല റേറ്റ് ഇട്ട് ഇതൊക്കെ വിൽക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പം ഇത് ഏകദേശം ഒരു 9, 10 അല്ലെങ്കിൽ 11 ഫ്ലവർ, മാക്സിമം 12 ഫ്ലവറാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാറ്. 10, 11 അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. താഴേന്ന് മുതൽ ഫുള്ള് വെക്കാം. ഞാനിപ്പോൾ ഒരു സൈഡിൽ നിന്ന് പയ്യെ മുട്ടി വിരിഞ്ഞ് തുടങ്ങി പൂവായിട്ട് വന്ന പോലെയാണ് ഇത് ചെയ്തേക്കുന്നത്. ഇത് ഹെയർ ബാൻഡൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ ഫ്ലവറിൻ്റെ ഇടയിലേക്കും നമ്മൾ ഫെവിക്കോൾ ഗ്ലൂ ചെയ്ത് കൊടുക്കേണ്ടത്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി ടൈറ്റായിട്ടിരിക്കാനും പെട്ടെന്ന് ഇളകി പോരാതെ ഇരിക്കാനും വേണ്ടിയാണ്. ഒരു കുറച്ച് നാളത്തെ നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കണമെങ്കിൽ കുറേ നാളത് ഫെയ്ഡ് ആവാണ്ടി നിന്നോളും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇത് ആ ഗ്ലൂ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുത്തില്ല എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, എന്നാലും അത് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല നല്ല ടൈറ്റായിട്ട് ഹെയർ ബാൻഡ് ഇരുന്നോളും. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഒരു കമൻറ്റും ഇടണേ. ഇതുപോലത്തെയുള്ള എല്ലാ വീഡിയോസാണ് ഇനി ഞാൻ ഫോം ഫ്ലവർ കൊണ്ടും സാറ്റൻ റിബൺ കൊണ്ടും ഒക്കെ ഉണ്ടാക്കാൻ പോകുന്നത്, വീഡിയോ വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ബൈ.